ടേസ്റ്റ് ഓഫ് അമിറ്റിക്കാലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുതിന വെച്ചിട്ട് തയ്യാറാക്കുന്ന നല്ല ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. ഇത് ഞാൻ തയ്യാറാക്കുന്ന രീതിയിലെ ഒരു ചട്നിയാണ്. അപ്പോൾ പുതിനയുടെ ഫ്രഷ്നെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചട്നി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഇത് ഞാൻ ചിരവിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ്. ഇതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ നമ്മളുടെ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ജാറാണ്. അപ്പം നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വലിയ ജാറോ ചെറിയ ജാറോ മാറ്റിയെടുക്കേണ്ടതാണ്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തത്, അതിൻ്റെ പകുതിയായിട്ട് എടുത്തിട്ടുള്ളത്, സവാളയുടെ പകുതി 4ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് 2ആയിട്ട് ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് അരിഞ്ഞു പോകുന്നു വേണ്ട, ഒന്ന് ചതഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു പരുവത്തിന് നമ്മളിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുതിനയിലയാണ്. അപ്പോൾ പുതിനയില അതിൻ്റെ തണ്ടെല്ലാം മാറ്റി ലീഫ് മാത്രം എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുതിന ഇല പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നല്ലോണം അത് ക്ലീൻ ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ച് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ നല്ലോണം ഉപ്പുവെള്ളവും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ. അതിനുശേഷം മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. ഒരു കൈപ്പിടിയോളം പുതിനയില ഞാൻ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറ് ചെറുതായതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രം ബാക്കിയുള്ള പുതിനയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് പുതിനയുടെ ആ ഒരു റോ ഫ്രഷ്നെസ് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ രീതിക്ക് തയ്യാറാക്കുന്നത്. പിന്നെ പുതിനയില ഇങ്ങനെ പച്ചക്കിട്ട് അരയ്ക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് എനിക്കത് വാട്ടിയിട്ട് അരയ്ക്കുമ്പം കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ചിലവരുണ്ട് ഇതൊന്ന് വാട്ടിയതിന് ശേഷം മാത്രം അരച്ചെടുക്കുന്നത്. എനിക്ക് ഈ ഒരു രീതിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ അരച്ച സാധനം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പായിട്ടുള്ള കടുക് താളിക്കുന്നത് ജസ്റ്റ് താളിച്ചിട്ട് ഈ ചട്നിയുടെ മുകളിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യമില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ കടുക് താളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ചട്നിയും കൂടെ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂട് കയറ്റി എടുക്കാവുന്നതാണ്. അപ്പം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയും പുതിനയും കൂടെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ചട്നിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സമ്മർ സീസണിൽ പ്രത്യേകിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നി തന്നെയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളോടൊന്ന് കൂട്ടുകൂടിയേക്കണേ. നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ നമുക്ക് കാണാം. അതുവരേക്കും ബായ്.